എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നും പറയുന്ന പോലെ ഇന്നും അവിചാരിതമായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതാണ്. കണ്ണൂർ ജില്ലയിലെ എടച്ചൊവ്വ കനാൽ പാലത്തിന്റെ തൊട്ടടുത്താണ്. ഇവിടെ ഒരു സുകുമാരേട്ടനെ പെട്ടെന്ന് കണ്ടുമുട്ടി. നമ്മൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. പരിചയം എങ്ങനെയാന്ന് വെച്ചാൽ ഫ്ലവർ ഷോയിൽ കണ്ടിട്ട് അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നു. ആള് ഇപ്പം വീട്ടിലിരുന്നിട്ട് കൊടയും മറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തെ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. അദ്ദേഹത്തെ ആദ്യം തന്നെ പരിചയപ്പെടാം. അതുപോലെ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ഇപ്പം വീൽ ചെയറിലാണ് ഉള്ളത്, അത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചറിയാം. പിന്നെ എന്ന് പറഞ്ഞാല് ഒരു സഹായം കൂടിയാണിത്. കൊടയൊക്കെ വാങ്ങിയിട്ട് ഇപ്പം മഴയിലായിരുന്നേ, അപ്പൊ കൊടയൊക്കെ വാങ്ങിയിട്ട് സഹായം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. സുകുമാരേട്ടാ, നമസ്കാരം. എങ്ങനെയുണ്ട്? അങ്ങനെ അങ്ങോട്ട് പോകുന്നേ. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാല് ഞാൻ എന്തായാലും ചെയർ എടുക്കട്ടെ. എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്ലവർ ഷോയിലും, അതുപോലെ തന്നെ എന്റെ ചങ്ങായി നിജില് വീഡിയോ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ആദ്യം തന്നെ ചോദിക്കുക, എങ്ങനെയായിരുന്നു ഇങ്ങനെ ഇത് പറ്റിയത്? ഇത് പറ്റിയതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിന്റെ പഴയ വീട് പുതുക്കിയിട്ട് പണിയുന്ന സമയത്ത് അതിന്റെ മുകളിൽ താഴത്ത് പൊട്ടി. നട്ടില് പൊട്ടി. ഒരു വർഷക്കാലം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം കൂടെ കോയമ്പത്തൂർ പോയിട്ട് ഒരു 3 മാസം സഹായ ട്രസ്റ്റ് എന്ന സ്ഥലത്ത് ഫിസിയോതെറാപ്പി ചെയ്ത് അവിടുന്നാണ് എഴുന്നേറ്റ് മാറിയിരിക്കാനും വീൽ ചെയറിലേക്ക് ഇരിക്കാനൊക്കെ കിടപ്പുന്ന് അവിടെ പരിശീലിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് വന്ന് വരുമ്പോഴത്തേക്കും വീടൊക്കെ വെക്കേണ്ട ഒരു അവസ്ഥ വന്നു. പണി പണിയില്ല, പണി പൂർത്തിയായിട്ടില്ല. നമ്മളെ വീട്ടിന്റെ പണി ചെയ്യുമ്പോൾ ഞാൻ പറ്റിയത്. അപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വീടിന്റെ പണി തുടങ്ങിയത്. പിന്നെ ഹോസ്പിറ്റലിൽ ചെലവ് ഒരുപാടായി. അപ്പൊ ബാങ്കുകാർ വിളിക്കാൻ തുടങ്ങി. അന്ന് ഈ സഹായത്തിന്റെ ട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. 14 വർഷം മുൻപെയാണ്. 14 വർഷമായി ഇപ്പൊ. 14 വർഷമായി. അപ്പോ അങ്ങനെ ചെറിയ പൈസക്ക് ആ വീട് വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഒരു 9 വർഷക്കാലം വാടകയ്ക്ക് താമസിച്ചു. അപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നിടക്കുന്നാണ് ഇതെല്ലാം പഠിച്ചത്. അതായത് നമ്മളെ SIPC എന്നുള്ളൊരു സ്റ്റുഡൻസ് പാലിയേറ്റീവിന്റെ ഒരു ചാരിറ്റബിൾ കൂട്ടായ്മയുണ്ട്. അപ്പൊ അവര് കണ്ണൂര് ടൗൺ സ്കൂളിൽ വെച്ചിട്ട് ഒരു ട്രെയിനിങ് കൊടുത്ത് നമ്മളെപ്പോലെ തന്നെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള സർവീസിലുള്ള ആളാണ് പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. നമ്മളിപ്പോ തന്നെ 5-8 പേർക്ക് ട്രെയിനിങ് കൊടുത്ത്. അപ്പൊ അവിടുന്ന് മുതൽ 1-2 കുടകളായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമായിട്ട് ഒരു 50 കുടയുടെ ഓർഡർ കിട്ടിയതെന്ന് പറഞ്ഞാല് ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയലൊക്കെ തന്നതെന്ന് പറഞ്ഞാല് ഇവിടെ തളിപ്പറമ്പ് പാലിയേറ്റീവിന്റെ ഒരു സഞ്ജീവിനി പാലിയേറ്റീവിന്റെ അവരാണ് ഒരു 50 കുട ഉണ്ടാക്കാൻ വേണ്ടിട്ട് മെറ്റീരിയൽ തന്നത്. അന്ന് എനിക്ക് ഈ ഭാഗത്ത് വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ഉണ്ടാക്കാനും പറ്റൂല്ലോ, കൂടുതൽ സമയം ഇരിക്കാനും പറ്റില്ല. അപ്പൊ ഇവള് ബസ്സിന് പോയിട്ട് എടുത്തു കൊണ്ടുവന്നിട്ടാണ് അത് ഉണ്ടാക്കി തിരിച്ചു കൊണ്ട് കൊടുത്ത്. പക്ഷെ അതോടുകൂടി തന്നെ അവരുടെ ആ ഒരു വർഷം മാത്രമേ അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതിനുശേഷം നമുക്ക് മറ്റൊരു IRPCന്റെ ആ ടീം അവര് ഈ കഴിഞ്ഞ വർഷം വരെ കുറച്ചെങ്കിലായിട്ട് പെർമിറ്റ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ 10-20 പേരുണ്ട് അവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒന്നും വെളി വന്നിട്ടില്ല. ഉണ്ട് നമ്മളൊരു ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. ശരിക്കും നിങ്ങൾ ആദ്യം എന്താ ജോലി ചെയ്തത്? ഞാൻ ഈ ബിൽഡിംഗിലെല്ലാം വർക്ക് ചെയ്യും. എല്ലാ പണിയും നാട്ടിൽ തന്നെയല്ലേ? അപ്പൊ പിന്നെ ഇവിടെ ഇപ്പൊ ആരെല്ലാം ഉള്ളത്? ഇവിടെ ഞാനും ഭാര്യ മാത്രമാണ്. ഭാര്യക്കും സുഖമില്ലാത്ത ആളാണ്. അതെ. ഭാര്യക്കും ഈ തലയിൽ 2-3 ബ്ലോക്കും പിന്നെ നട്ടല് കഴുത്തിന്റെ തേയ്മാനം കാര്യങ്ങളായിട്ട് വേറെ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ വീട്ടിൽ അടിച്ചു വരാൻ തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഈ വർക്കെല്ലാം ചെയ്യുന്നത്. കൊടകളാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വേറെ എന്തൊക്കെ നമ്മളന്ന് ഫ്ലവർ ഷോ സാധനങ്ങളുണ്ട്. കൊടകള് എല്ലാ കൊടകളും, അതായത് കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ കൊടകളും 2 ഫോൾഡ് 3 ഫോൾഡ് ബ്ലാക്ക് കളറ് പ്രിന്റ്, അതേപോലെ നാനോ കൊടകള് 5 ഫോൾഡ് നാനോ കൊട. നാനോ കൊട പിന്നെ വലിയ കാലംകൊടയിലും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും കൊടയിലുള്ള എല്ലാ ഐറ്റംസും. ഇപ്പൊ നമ്മളിപ്പം ബീച്ച് അമ്പർല ഉണ്ടാക്കി കൊടുക്കണ അവിടെ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കും. റോഡ് സൈഡിലെല്ലാം വെച്ചിട്ട് ഈ കച്ചവടം ചെയ്യുന്ന അതും ചെയ്ത് കൊടുക്കും.
പിന്നെ കുടകൾ കൂടാണ്ട് പേപ്പർ പാനകളാണ് മെയിനായിട്ട്. ഇപ്പൊ വലിയ കുട ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ, ആ കുട ഉണ്ടാക്കുക അത് എങ്ങനെയാണ്, അതിന്റെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് പല തരത്തില്ല. 1300. എന്തെന്ന് പറഞ്ഞാൽ ചില ആൾക്ക് അറിയില്ല ഇത് എവിടെ കിട്ടുന്ന, ചില ആൾക്കാർ 1300. അത് ചില സമയത്ത് അതിന്റെ മെറ്റീരിയൽ വരുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ നമ്മള് ഓർഡർ ആക്കിയിട്ട് കൊണ്ട് കൊടുക്കേണ്ടി വരും. അത് മുൻകൂട്ടി ഓർഡർ ചെയ്യാം. സാധനം തരുള്ളൂ. 1300ഓളം വരും. അതുപോലെ തന്നെ എന്റെ ചെറുത് 1200, 1200 അങ്ങോട്ട് മുകളിലോട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി, സോപ്പ് പൊടി അങ്ങനെ എന്തെങ്കിലും? വേറെ ഞാൻ പറഞ്ഞത് പേപ്പർ പാനുകൾ ഉണ്ടാക്കാറുണ്ട്. അതിന്റെ ബാക്ക് സൈഡിൽ വിത്ത് വെച്ചിട്ട് സീഡ് പാൻ നല്ല പാനുകളുണ്ട്. ഇപ്പം മുമ്പൊക്കെ സർക്കാരിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഫ്ലവർ ഷോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നല്ലോണം ചെലവായിരുന്നു. പക്ഷെ ഇപ്പം ക്ലബിന്റെ ഇത് മീറ്റിംഗ്, സെമിനാർ ഇങ്ങനെയെല്ലാം വരുന്ന സമയത്തെല്ലാം ചെലവാകും. പക്ഷെ ഇപ്പം വളരെ കുറവാണ്. കാരണം എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത് നമ്മളെ പേനൊക്കെ വില കൂടുതലാണ്. കാരണം മെറ്റീരിയലിന്റെ പൈസയാണ്, പേപ്പറിനും റീഫിലിനും ഉള്ള പൈസയാണ്. അപ്പൊ അത് പ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് 3 ഉറുപ്പിക പ്ലാസ്റ്റിക് പേന ഇട്ടാണ്ട്, അപ്പൊ അതുകൊണ്ട് അവര് ചിലപ്പോ പറയും 3 ഉറുപ്പിക പിന്നെ ഇട്ടാണ്ട് നിങ്ങൾക്ക് 8 ഉറുപ്പിക വാങ്ങിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പോലീസിന്റെ അസോസിയേഷന് സമ്മേളനത്തിന് പിന്നെ ഒരു 500 പേന ഓർഡർ കിട്ടിയിരുന്നു. ഈ ലാസ്റ്റ് വന്നിട്ട് ബൾക്ക് ഓർഡർ ആയിരുന്നു. പിന്നെ വേറെ വീട്ടിൽ നിന്നും വേറെ ഒരു ചങ്ങായിന്റെ കടപ്പേരും ഇത് പേനകള് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടകളും പോയിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാല് ക്ലീനിങ് സാധനങ്ങളാണ്. ഈ വാഷിംഗ് പൗഡർ, പെനോയില്, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, കാർ ഷാമ്പു, കാർ വാഷ് ചെയ്യുന്ന ഷാമ്പു, പിന്നെ കുളിക്കുന്ന സോപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് ഇപ്പൊ നമുക്ക് പുറത്തു പോയിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റൂല്ലോ അല്ലെ? ആൾക്കാർ വരുന്നുണ്ട് അല്ലെ, ഓർഡർ വരുന്നുണ്ട്, അതെല്ലാം എങ്ങനെയാണ്? അതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മീഡിയ വഴിയാണ്. മീഡിയ വഴി, അതായത് ഫേസ്ബുക്കാണ് നമ്മളെ കച്ചവടത്തിന്റെ മെയിനായിട്ട്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകാരും നമ്മളെ നിജില് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഏകദേശം ഒരു 10-60 കൊടയോളം വിറ്റ്. അത് പക്ഷെ ലാസ്റ്റ് ടൈം സീസൺ കഴിഞ്ഞപ്പോ സീസൺ കഴിഞ്ഞ് അങ്ങ് ഇതായിരുന്നു. ആദ്യമെല്ലാന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ വരും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പിന്നെ സ്കൂൾ ബാച്ച് ഉണ്ട്. അവിടെ കല്യാശ്ശേരി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ നമ്മുടെ ഒരു SSLC ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വിവരം അറിയാൻ ലേറ്റ് ആയി പോയിരുന്നു. ഞാൻ ആ ബാച്ച് ഉള്ളത് കാര്യം അറിയാൻ താമസിച്ചു. ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഇത് പരസ്യം ഇട്ടതിന് ശേഷം നമ്മളെ ജൂനിയർ ആയിട്ട് പഠിച്ചത് ചങ്ങായിയാണ് എന്നെ വിളിച്ചത്. ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിച്ചത്, കല്യാശ്ശേരി തന്നെയാണ്. അപ്പൊ അയാളാണ് ഇങ്ങനെ ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞാനിങ്ങനെ അവരോട് പറഞ്ഞു ഒരു വാട്സപ്പ് കൂട്ടായ്മ ആക്കിയാലെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഓൾറെഡി ആയിട്ട് ഉണ്ട്. അപ്പൊ അറിയുന്നില്ല. അപ്പൊ നിങ്ങളെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറയാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അല്ല നമ്മൾ പരിചയക്കാരുണ്ട്. പോലീസുകാരാണ്, നമ്മൾ ഒപ്പരം പഠിച്ച ഒരുപാട് ആൾക്കാരാണ്. പ്രേമനുള്ള അതിന്റെ അഡ്മിനും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പൊ 5ാം പടിയൊക്കെ ഞാൻ ഒരു സ്കൂൾ ഹൈസ്കൂൾ കല്യാശ്ശേരി സ്കൂൾ പഠിപ്പിച്ച മാഷം മോനാണ്. അവനാണിപ്പോ ഇന്നലെ രാവിലെയും കൂടെ വിളിച്ചു. മറ്റേ എന്റെ പത്രത്തിൽ വന്ന പോലെ സ്റ്റാറ്റസ് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് നിങ്ങളെ പറ്റി. എന്തായാലും അതൊക്കെ നല്ല കാര്യം തന്നെ. ഒരു ദിവസം എത്ര കൊട ഉണ്ടാക്കും? ഇത് 15 കൊട. 15 കൊട. ഇപ്പൊ നമ്മള് സാധാരണ ഒരു കൊടയുണ്ടല്ലോ, എത്രയാണ് അതിന് റേറ്റ് വരുന്നത്? സാധാരണ കുറക്കുന്നതിൽ നമ്മൾ ഇപ്പൊ 3/4 കൊട 2 തരത്തിലുള്ള കൊടയുണ്ട്. അതായത് വില കുറഞ്ഞ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്, നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യുന്നത്. വില കുറഞ്ഞത് 270 രൂപക്കാണ് ഞാനിപ്പം കൊടുക്കുന്നത്. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് വന്നത് 300 രൂപയ്ക്ക് കൊടുക്കേണ്ട തരത്തില്ലായിട്ട് വന്നത്. പക്ഷെ അതിന് ഞാൻ വില കുറച്ചിട്ട് ഇപ്രാവശ്യം അത് 270 കൊടുക്കുന്നത്. കുറച്ച് നേരത്തെ മുൻകൂട്ടി മെറ്റീരിയൽ എടുത്തതുകൊണ്ട് കുറച്ച് പൈസ കുറഞ്ഞിട്ട് ആ പൈസ നമ്മൾ പാർട്ടിക്ക് കുറക്കുന്നത്. അതുപോലെ തന്നെ 390, 350 റേറ്റിനാണ് 3/4 ഇപ്പത്തെ മറ്റേ ക്വാളിറ്റി ഉള്ളത് വെക്കുന്നത്. എന്തായാലും ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്, മെറ്റീരിയലിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് കൊടേന്റെ വാല്യൂ. അപ്പൊ വില അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ആർക്കും ഏതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പൊ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയും 390 ഇങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ ഓർഡർ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഇന്ന് പത്രത്തിൽ വന്ന ശേഷം ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ 2 ആൾക്കാർ ഇപ്പൊ കണ്ണൂർ ടൗണില് പോയിട്ട് ആടെ കുട കൊടുത്തിട്ട് വന്നു ഞാൻ രാവിലെ തന്നെ. അതെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം അയക്കണ്ടോ, തിരുവനന്തപുരത്തേക്ക് അയക്കാനില്ല. 2 ഓർഡർ അങ്ങനെ വന്നിട്ടുണ്ട്.
എന്തായാലും ഇതേപോലെ ഓർഡർ വന്നുകൊണ്ടേയിരിക്കട്ടെ. അതുപോലെ ഞാനും അവിചാരിതമായിട്ട് നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അതുപോലെ നിജിലിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനും അവിചാരിതമായിട്ടാണ് ഈ പാലത്തിൽ വരാൻ കാരണം. പാലത്തിൽ നിന്ന് അവിടെ നോക്കുമ്പോഴേക്ക് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരും ഓർഡർ തരട്ടെ. പിന്നെ ഇപ്പം മരുന്ന് ഉണ്ടോ? ഇപ്പൊ മരുന്ന് ഇല്ല. മരുന്ന് ഉള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് BP ഷുഗർ ഇങ്ങനെയുള്ള ഇതിനാണ് മരുന്ന്. അത് ജില്ലാ ആശുപത്രിയിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇതിന്റെ മൂത്രം നമുക്ക് നോർമലായിട്ട് പോകില്ല. അപ്പൊ നമ്മളതില് ഈ കത്തീറ്റർ ഉപയോഗിച്ചിട്ട് 3-4 മണിക്കൂർ കൂടുമ്പോൾ എടുത്ത കളയാൻ വേണ്ടത്. അപ്പൊ അതിന്റെ കത്തീറ്ററും അതിന് വരട്ടേണ്ട ഓയിൽമെന്റും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അല്ല ജെല്ല് അതെല്ലാം ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കിട്ടും. പക്ഷെ നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടക്ക് അസുഖം വരും. എന്ത് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അസുഖം എന്നല്ല വരിക. ഈ കത്തീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂറിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ വരും. ഇത് ഈ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അറിയില്ല. ഇത് ഇതിന്റെ ലാസ്റ്റ് മൂർധന്യം എത്തിക്കഴിഞ്ഞാൽ അറിയാം. അപ്പൊ അതില് യൂറിനെല്ലാം സ്മെല്ലായിട്ട് നമ്മളെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടാകുമ്പോഴേക്ക് അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാല് യൂറോളജിസ്റ്റിനെ കണ്ട് ഇപ്പൊ സർക്കാർ യൂറോളജിസ്റ്റ് ഇല്ല. ഇപ്പം യൂറോളജിസ്റ്റിനൊക്കെ വലിയ പൈസയാണ്. അപ്പൊ അവിടുത്തെ മരുന്നും കാര്യങ്ങളെല്ലാം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പരിധിയാവും. ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ 4 ദിവസം അവിടെ കിടന്നിട്ട് ചെയ്യണം. അപ്പൊ അതിൽ വലിയ പൈസ അങ്ങനെ പോകും. അത് മാത്രമല്ല കൂടെ നിൽക്കാനും ബുദ്ധിമുട്ടാണ് ആൾക്കാർ അല്ലെ? നിൽക്കാനും ബുദ്ധിമുട്ട്. രണ്ടുപേരും ഏകദേശം ഒരേപോലത്തെ അവർക്ക് വേണ്ടി നടക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഈ അസുഖം വെച്ചിട്ടാണ് കെയർ ചെയ്യുന്നത്. നല്ലൊരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നല്ല വിൽ പവർ അതാണ് അല്ലെ. നല്ല സപ്പോർട്ടുള്ളതുകൊണ്ടാണ് രണ്ടുപേര് ഇങ്ങനെ ഇരുന്നിട്ടും നന്നായിട്ട് പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്നത്. ആത്മഹത്യയൊക്കെ എത്തിയതാണ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നായിരുന്നു മംഗലാപുരം തേജസ്വിനി ആശുപത്രിയിൽ. കാരണം അതില് ജീവിതം ഒരു ചോദ്യം തന്നെയായിരുന്നു. കാരണം ഇനി എന്തെന്നില്ലത്. കാരണം കിടക്കാൻ പോയ സ്ഥലം ഇടവില്ലാത്ത അവസ്ഥ. ഉള്ള വീടും അപ്പോ ആ വീട് അതിനുശേഷമാണ് വീട് വിറ്റത്. ഈ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് വീട് വിറ്റത്. എന്താ കാരണം അതിന് മുന്നേ നമ്മളെന്ന് പറഞ്ഞാല് മുമ്പ് ബാങ്കിൽ കടം, നാട്ടുകാർക്ക് എല്ലാം കടം. തേജസ്വിനി ആശുപത്രി ചെറിയ പൈസ ഒന്നും മതിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന. അപ്പൊ അതിന്റെ എല്ലാം ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം പൈസ വലിയ പൈസയായി. അപ്പൊ എല്ലാവരും 4 ഭാഗത്ത് ആൾക്കാർ പിടിയെല്ലാം വരുന്നില്ല. അപ്പൊ അന്ന് പിന്നെ അത് മാത്രമല്ല നമ്മളെ ഷെട്ടി ഡോക്ടർ നടന്നു വരുന്ന സമയത്ത് ജൂനിയേഴ്സിന് പരിചയപ്പെട്ടി കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ പാരാലിസിസ് വായിച്ച ഒരാളെ പോലെ നമ്മളെ കൈകൊണ്ട് ആക്ഷൻ ആയിരിക്കും ഞാൻ കണ്ടത് കിടന്നെടുക്കുന്നത്. അപ്പൊ എന്റെ ബൈസ്റ്റാൻഡായിട്ട് നിന്നവിടെ ഞാൻ ചോദിച്ചു നടക്കാൻ പറ്റുന്ന വെച്ചാൽ അയാൾ ആദ്യം പറഞ്ഞ പറ്റുന്നു. അതുപോലെ വൈഫിന്റെ മൂത്തമ്മേന്റെ മോളെ മോനാണ് ബൈസ്റ്റാൻഡായിട്ട് അന്ന് നിൽക്കുന്നത്. നടക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ സത്യം പറഞ്ഞോട്, കാരണം എനിക്ക് ഡോക്ടർ പറയുന്നത് എന്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. കാരണം പറഞ്ഞു ഇല്ല നടക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇവള് എന്താ നമ്മളെ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് സ്റ്റീൽ റോഡ് ഇട്ടു. അപ്പൊ അതിന്റെ പൈസ 35,000 രൂപ ആയത്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വന്നതാണ്. നാട്ടിലേക്ക് വന്ന് നാട്ടിൽ നിന്ന് നാട് എത്തിയോടെ ഞാൻ പറഞ്ഞു നമുക്കൊരു എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും എനിക്കൊരു നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമ്മളെ ബോഡി കൊണ്ടുകൊണ്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആത്മഹത്യന്റെ വക്കിന് എത്തിയതാണ് നമ്മള്. അപ്പൊ അങ്ങനെ തീരുമാനിച്ചു ചെയ്യാമെന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ ഒരു ദൈവദൂതനെ പോലെ ഒരാളെ എനിക്ക് ഒരു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ആള് ഇപ്പം നല്ല രീതിയില്ല മരിച്ചു. ഒരു മാസം മുമ്പെയാണ് മരിച്ചിന്. അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ പോലെ കടപ്പനായ ഒരു വ്യക്തിയാണ്, അത് നിങ്ങൾ നാട്ടിൽ വന്നിട്ട് തന്നെ വിളിക്കണം എന്നൊരു നമ്പറും കിട്ടി. നമ്പർ തന്നെ വിളിച്ച് ഇതെല്ലാം. അപ്പൊ നാട്ടിലെത്തിയതിനു ശേഷം ഞാൻ വിളിച്ചതിന് ശേഷം ഇവര് മക്കളെ പറഞ്ഞു വെച്ചിട്ട് അവർ 5-6 മാസക്കാലം മാസം പെൻഷൻ തരും, വെള്ളത്തിലെ ചെറിയൊരു പൈസയും കുറച്ച് സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുതരും. അവിടുന്ന് പിന്നെ ഞാൻ എന്റെ മനസ്സിൽ വെച്ചത് ഒരു വിൽപ്പവ വന്നു. കാരണം ഇനി ഞാൻ മുന്നോട്ട് തുഴയും എന്നൊരു ചിന്താഗതി വന്നു. അവിടുന്ന് ചെയ്യുന്ന പിന്നെ മോട്ടിവേഷൻ സ്പീക്കറായി മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാൻ പറ്റത്തെ എത്രയോ മരണത്തിലേക്ക് എന്നെ പോലെ ചിന്താഗതി ഇല്ല ആൾക്കാരെ ഞാനിപ്പം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ പോയി അവർക്ക് ക്ലാസ് കൊടുത്തിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് മാത്രമല്ല, ഞാൻ എന്താ നിർമ്മിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കാനും പഠിപ്പിക്കും. അപ്പോ തീരെയും ഗതിയില്ലാത്ത ആൾക്കാരാണ് അതിന്റെ മെറ്റീരിയലിന്റെ പൈസ തരാൻ പറ്റാത്തവർക്ക് ഞാൻ അത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ദേവദൂതൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരെന്ന് പറയാൻ പറ്റുമോ? ഹാറൂൺ മുസ്ലിമാണ്. എവിടെയുള്ള? കണ്ണൂർ സിറ്റിയിലായിരുന്നു, കൊടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ആ ദേവദൂതൻ ഇല്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇന്ന് 10-15 കൊല്ലം മുമ്പേ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തീരുമാനത്തിൽ നിന്ന് ഇവിടം വരെ എത്തി. ഇനി അങ്ങോട്ട്
ഇപ്പം നമ്മളെ പോലത്തെ നമ്മളെല്ലാം ചെറിയ ചാനലാണ്, അതുപോലെ തന്നെ നമ്മളെ പോലത്തെ ആൾക്കാർ നിങ്ങളെ കൂടെയുണ്ട്. അപ്പോ ഇനി അങ്ങോട്ട് നന്നായിട്ട് ഇപ്പം തന്നെ നല്ല ഹാപ്പിയാണ്, ടെൻഷൻ ഇല്ല, നമ്മൾ തന്നെ ആക്കി വെച്ചതാണ് അല്ലെ, മാനസികമായിട്ട് നമ്മളെല്ലാം തയ്യാറായി എന്തിനേയും നേരിടാന്നുള്ളൊരു ചിന്താഗതി വന്നതാണ്. പിന്നെ ഞാനിപ്പം ചില ബീച്ചുകൾ ഞാൻ പുറത്ത് പോയി പച്ചക്കറി ആടും, അടുക്കളയിൽ പണിയെടുക്കും, അടുക്കളയിൽ ചോറും കറി ഉണ്ടാക്കും. നമ്മളെ മുമ്പേ 9 വർഷക്കാലം വാടക താമസം പറഞ്ഞില്ലേ, അവിടെ കിണറുണ്ട്, കിണറിന് വെള്ളം എടുത്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് ബാക്ക് കയറി ബീച്ചിലെ ബാക്കോട്ട് കയറി വെള്ളം എടുത്ത് വന്നിട്ട് വൈപ്പാട് ഇല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ചോറും കറി ഉണ്ടാക്കും, പിന്നെ പച്ചക്കറി ആയിട്ട് എത്ര 40 കെട്ട് ചീരയെല്ലാം ഞാൻ വിറ്റിട്ടുണ്ട്. അത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നല്ല വലിയൊരു സ്ഥലമുണ്ട്, നമ്മുടെ വീടിന്റെ ബാക്ക് ഭാഗത്ത്. അതില് പയറ്, വെണ്ട, വഴുതന, കയ്പ. അപ്പൊ ആ കയ്പയെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽച്ചേല് ഒരു ഉയരത്തിൽ നിന്ന് എത്തുന്ന തരത്തില് നമ്മൾ പന്തലുണ്ടാക്കുക, ഇരുന്നിട്ട് പന്തലിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കൊരു വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ് നിങ്ങള് അതുപോലെ തന്നെ നിങ്ങൾ ഈ സംസാരിക്കുന്നതും. വിറക് അതുപോലെ തന്നെ വെച്ചാൽ അണ്ണാച്ചിമാരെല്ലാം ഒഴിവാക്കിയിട്ട് പോയ വിറക് ഞാൻ കൊത്തിക്കറിയിട്ടുണ്ട്. അവര് ഈ വീൽച്ചേറിൽ ഇരുന്നിട്ട് വിറക് കൊത്തിക്കറിയിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ അവിടെ 9 വർഷക്കാലം 10 പൈസ കൊടുത്തിട്ട് വിറക് വാങ്ങിച്ചിട്ടില്ല. അവിടെ അപ്പുറത്തെ വാലയമാട്ടെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് അതെല്ലാം വിറക് കയറിയിട്ടും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. എന്തായാലും എല്ലാത്തിനും കാരണം ആ ദൈവദൂതം അല്ലേ. അപ്പൊ ഒരുപാട് കൊടകൾ വിൽക്കാനുള്ള, എന്തായാലും ഈ വീഡിയോ 10 പേരെ കാണുന്നുണ്ട്, 10 പേർക്കും ഇപ്പം മഴയാണ് വരുന്നത്, എന്തായാലും കൊടകൾ ആവശ്യം വരും. അപ്പോ 10 പേരാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, 1 ലക്ഷം ആയാലും 10 ലക്ഷം ആയാലും ഒന്ന് ഇദ്ദേഹത്തെ സഹായിക്കും. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കുന്ന കേട്ടില്ലേ, വീടുണ്ടായത് വീട് വിൽക്കേണ്ടി വന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളിൽ നടുക്കുന്നു. അതും ആത്മഹത്യയുടെ വക്ക് എന്ന് അറിയില്ല, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവിടെ നിന്ന് വന്ന ആളാണ്. അപ്പൊ എല്ലാവർക്കും കൊട ആവശ്യമുണ്ട്. ഒന്ന് കൊട ഓർഡർ ചെയ്താൽ ഇവര് നല്ല വൃത്തിയുള്ള കൊട, നല്ല പവറുള്ള കൊട, ഇദ്ദേഹത്തിന്റെ ആ പവർ പോലെ തന്നെ പവറുള്ള കൊടയാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇദ്ദേഹത്തെ സഹായിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ഓർഡർ എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സഹായമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എന്തെങ്കിലും ധനസഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് അറിയുന്നുണ്ട്, ഞാൻ പറയുന്നതാണ്, ധനസഹായം ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കുക. ഇദ്ദേഹത്തിന്റെ 4 ലക്ഷം രൂപയുണ്ട് കടം, ഇപ്പം കടം 4 ലക്ഷം ഉണ്ട്. അതായത് 4 ലക്ഷം രൂപ സർക്കാർ നമുക്ക് കോർപ്പറേഷൻ തന്നിരുന്നു. 3 സെന്റ് സ്ഥലം മനുഷ്യാവകാശ കമ്മീഷനിലെ ഇതിൽ നിന്ന് കിട്ടുക. അപ്പൊ ആ സ്ഥലത്ത് ഒരു വീട് ഉണ്ടാക്കി 4 ലക്ഷം രൂപ കോർപ്പറേഷൻ തന്നു. അപ്പൊ അതിൽ 4 ലക്ഷം രൂപ ഇപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, ലോണ് അടക്കാൻ പറ്റില്ല, മുതലടക്കാൻ പറ്റുന്നില്ല, ലാഭം കൊണ്ടടക്കും. അല്ല, എന്തായാലും ഈ കൊടയും ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ തന്നെ കഷ്ടപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ലോൺ എടുക്കാനെല്ലാം ബുദ്ധിമുട്ട്, വളരെയധികം ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. അതുപോലെ അത് മാത്രമല്ല, നിങ്ങളിപ്പം പറഞ്ഞ് വൈഫിന് സുഖമില്ലാതെ കാര്യം, അപ്പൊ അതിന്റെ ചികിത്സയും എല്ലാം എന്തായാലും നമുക്കൊരു ബസ്സിനോ ഓട്ടോനോ അല്ലെങ്കിൽ ഒരു വണ്ടി പിടിച്ചിട്ട് പോകുമ്പോൾ പറഞ്ഞാൽ അതിന്റെ പൈസ വേണം. അപ്പൊ അത് ശരിക്കും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാണുന്നവര് കൈ ചൂണ്ടിയത് കാണുന്നവരെന്തായാലും ഇദ്ദേഹത്തെ സഹായിക്കണം. പൈസ ഉണ്ടാകുന്നെങ്കിൽ പൈസ കൊണ്ട്, ഇല്ലെങ്കിൽ കൊടയെടുത്തിട്ട് സഹായിക്കണം. പിന്നെ ഗൂഗിൾ പേ എല്ലാം ഇല്ലേ, നമുക്ക് നമ്പർ ഇതിൽ കൊടുത്തൂടെ? ആരാ സഹായിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ ഇപ്പം ഇതിലെ നിലവിലുള്ള നമ്പർ തന്നെയാണ് 97 45 94 84 53. പേര് നിങ്ങളെ പേരുണ്ടായിരുന്നേ? സുകുമാരൻ TT. എന്തായാലും ഞാൻ പിന്നെ ഇദ്ദേഹം പറഞ്ഞ നമ്പർ പറഞ്ഞ് ഞാനും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ആ നമ്പർ വെക്കുന്നുണ്ട്. 9745948453. ഓക്കെ, ഞാൻ എന്തായാലും നമ്പർ നോട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്ന ആളെ വിളിച്ച് സംസാരിക്കുക. ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ടെൻഷൻ മാറ്റാനും ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് മരിക്കണോ ജീവിക്കണോ അല്ലേ. ഒരു എക്സ് സർവീസ് പട്ടാളക്കാരൻ തന്നെ, വേറെ എളാപ്പന്റെ വീട്ടിൽ മാങ്ങ പറിക്കാൻ വേണ്ടി മേലൊക്കെ ആയിട്ട്, പിന്നെ താഴത്തെ വീട്ടിലും കൂടെ ഇതായിട്ട് അവിടുത്തെ പാലിയേറ്റീവിന്റെ ഡോക്ടർ നേഴ്സ് പോയിട്ട് ഇയാൾ മരിച്ചാൽ മതി. അങ്ങനെ അവരെന്നെ വിളിച്ചു, സുകുമാരൻ നിങ്ങൾ പോയാലും ശരിയാവുള്ളൂ, നിങ്ങൾ പോയിട്ട് സംസാരിക്കണം. എന്നിട്ട് ഞാൻ പോയി 2 മണിക്കൂർ സമയത്തോളം അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർ എഴുന്നേറ്റ് ഇരുത്തി എന്നുള്ള നിലയിൽ എത്തിച്ചിട്ട് ഞാൻ ഇവിടെ വരുന്നത്. പിന്നെ ഞാൻ ആഴ്ചയിലൊക്കെ പോകാറുണ്ട്. കുറച്ച്
കുറെ ആയി പോവാത്തത്. വിളിച്ചു കൊടുക്കും. പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജോലി ഉണ്ടല്ലോ, ഒരു അവരെ മുറ്റത്തും വരെ വണ്ടിയിലും കയറും. ആനമുച്ച സ്കൂട്ടറിലാണ് ഞാൻ പോവാൻ. പോയി കഴിഞ്ഞാല് പോയി വറാന്തരൊക്കെ കയറി ചണ്ടിട്ട് കിട്ടി വീൽച്ചറിൽ കയറി ഇരുന്നിട്ട് ഒരുപാട് സമയം സംസാരിച്ചിട്ടാണ് വരുക. ചേച്ചിക്ക് ഇപ്പം മരുന്നില്ലേ? ഉണ്ട്, മരുന്നുണ്ട്. എവിടെയാ കാണിച്ചത്? ഇവിടെ നമ്മളെ കൊയിലി ആസ്പത്രിയിലെ ന്യൂറൽ ഡോക്ടറെ. കൊയിലാകുമ്പോ വലിയ പൈസ വേണമല്ലേ? ഡോക്ടറെ ചേച്ചിനെ വിളിക്കാൻ പറ്റൂലേ? വരില്ല. അപ്പൊ ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിലും സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് എന്തായാലും നിങ്ങളെ കൂടെ നമ്മളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇനിയും ഒരുപാട് കുടകളിൽ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിട്ട് ഓർഡർ വരട്ടെ. അപ്പൊ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ? ഒരുപാട് ആൾക്കാർ പിന്നെ നമ്പർ വെച്ചിട്ട് വിളിക്കുമ്പോ സമയം നോക്കണം. ചിലപ്പോ ഇദ്ദേഹം ഇതേപോലെ ഒന്നുമില്ല, അതിന് ഏത് സമയത്ത് വിളിച്ചു ഫോൺ എടുക്കും. രാത്രി 11 വൈകുന്നേരം 11 മണി വരെ ഫോൺ എടുക്കും, രാവിലെ മുതൽ. ഞാൻ വിചാരിച്ചു എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇദ്ദേഹത്തിന്, ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ഏത് സമയം വേണമെങ്കിലും സംസാരിക്കും. കുടകളെല്ലാം നല്ല ഉറപ്പുള്ള കുടകളാണ്. എപ്പോഴും നല്ല ഒരു ഉറപ്പ് വരുന്നുണ്ടോ നമുക്ക്? ഇതാണ് നല്ല ഉറപ്പുള്ള കുടയാണ്. അതുപോലെ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം എന്റെ സുഹൃത്ത് ഞാൻ പറഞ്ഞല്ലോ നെജില്, അവനൊരു 60 കുട കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. അത് മാത്രമല്ല ഇത്രയും കുടകള് ഇതിപ്പോ ഓർഡർ ഉള്ളതാണ് അല്ല ഉണ്ടാക്കി വെച്ചല്ലേ? മാത്രല്ല ഉണ്ടാക്കി വെച്ച 100ഓളം കുടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല സമയമാണ് മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ കുട ആവശ്യമുള്ള സമയം തന്നെ ഇത്. പിന്നെ അത് മാത്രല്ല നമ്മൾ സാധാരണ ഒരുപാട് യാചനകൾ കണ്ടിട്ടുണ്ട്. ഒരസുഖവും ഇല്ലാണ്ടും യാചിച്ചിട്ടും പിന്നെ തട്ടിപ്പിലൂടെയൊക്കെ പൈസ അടിച്ചു മാറ്റുന്നതും അത് പൈസ ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിവിടെ ഇദ്ദേഹം എന്ന് പറഞ്ഞ വീൽ ചെയറിലായിട്ട് 15 വർഷമായി. 15 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ മരണത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നതും. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്നതും കൊടയെടുത്ത് സഹായിക്കാനാണ്. കൊട വാങ്ങിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോ സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും കൊട വാങ്ങുക, ഓർഡർ കൊടുക്കുക. കുറേ മാത്രല്ല ഇപ്പം കൊട അത്യാവശ്യമായത് കൊണ്ടാണ് കൊട എടുക്കാൻ പറയുന്നത്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലിക്വിഡ് ആയിട്ട് അല്ലെ? വാഷിംഗ് പൗഡർ, പെനോയില്, ഡിഷ് വാഷ്, സോപ്പ്, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, പിന്നെ കാർ വാഷ്, വണ്ടിയിൽ വാഷ് ചെയ്യുന്ന ഷാമ്പു, പിന്നെ കുളിക്കുന്ന സോപ്പ്, പിന്നെ പേപ്പർ പേനകള്, അലക്ക് സോപ്പ് ഉണ്ട്, പേപ്പർ പേനകള്, ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഇന്നലെ കൊല്ലത്തേക്ക് ഇവിടുന്ന് ആയിട്ടുണ്ട് 10 ബോട്ടില് കാർ ഷാമ്പു. അതായത് അവിടെ ടൂറിസ്റ്റ് ബസ്സിലെ ഒരു ഫിനാൻസ് കമ്പനി നടക്കുന്ന ഒരു മാനേജറും കൂടിയാണ് അയാള്. അയാളെന്റെ അടുത്ത് സ്ഥിരമായിട്ട് 4 വർഷമായി സ്ഥിരമായിട്ട് കാർ ഷാമ്പു, സോപ്പ് പൊടി നിങ്ങളോട് വാങ്ങിക്കുന്നത്, കൊടകളും. അതിന്റെ ക്വാളിറ്റി കൂടി മനസ്സിലാക്കിയിട്ടാണല്ലോ 4 വർഷം കണ്ടിന്യൂ ആയിട്ട് എന്റെ അടുത്ത് തന്നെ എടുക്കുന്നവര്. അപ്പൊ അതിൽ എടുക്കുമ്പോ അവരതിന് 10 ബോട്ടിലാണ് എടുക്കുക. 10 ബോട്ടില് എടുത്ത് ഇന്നലെ ഇപ്പം 5 സോപ്പ് പൊടി, പിന്നെ അതുപോലെ തന്നെ കൊടകള്, 2 വലിയ കാലം കൊടകളും ഒരു 3/4 കൊടകളും അയച്ചിട്ടുണ്ട്. ഇന്നലെ അയച്ചിട്ടുണ്ട്. അതെ അല്ലേ? കൊല്ലത്തേക്കാണ്. അതുപോലെ തന്നെ നിങ്ങള് വർഷാവർഷം ഞാനിപ്പം എല്ലാവരും അതായത് നമ്മൾ ക്വാളിറ്റി കണ്ടിട്ടാണ് ആൾക്കാർ സാധനം വാങ്ങിക്കുന്നത്. അതായത് ഒരാൾ എടുത്തു കഴിഞ്ഞാല് അത് മറ്റുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ അവരോട് വാങ്ങി. അപ്പൊ ഇത് നല്ല കുടകളാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം എന്നിട്ട് ധൈര്യം കൊടുത്തിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും വയ്യാത്തവരാണ്, ഒരുപാട് ചികിത്സാ ചെലവ് എല്ലാം ഉണ്ട് അല്ലെ? അപ്പൊ ഇനിയിപ്പം മറ്റ് എന്തെങ്കിലും സഹായം വേണ്ടതായിട്ട് നമുക്ക് പറയാനുണ്ടോ? ഈ നമുക്ക് കൈനീട്ട് ഒരു മടിയാണ് പറയാം. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം.
അത് എനിക്കിപ്പോ 4 ലക്ഷം രൂപ ബാങ്കില് അതെ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്ന് വെച്ചാൽ അടച്ചു തീർക്കാൻ എങ്ങനെ സാധിക്കില്ല. അതിന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ നമുക്ക് ശരിക്കും എന്താ പറയണ്ടേ, ഫുൾ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ഇപ്പോഴും മുമ്പും ബാങ്ക് ലോൺ എടുത്താൽ വീട് വിൽക്കേണ്ടി വന്നേ, ഇപ്പോഴും അതേ അവസ്ഥയാണുള്ളത്. അടുത്ത വീട് അങ്ങനെ പറയില്ല, ആരെങ്കിലും കാണുന്ന നല്ല മനസ്സുള്ള ആളുണ്ടാവും. ആകെ കയറി കിടക്കാൻ ഒരു സ്ഥലമുള്ള കാരണം ഒരു മാസത്തെ മുതല് അടക്കാൻ പറ്റുന്നില്ല. കാരണം പിന്നെ ഇത്ര നേരം ഒരു മാസത്തെ എന്താ പറയണ്ട ഇതിന്റെ ഇൻട്രസ്റ്റ് എത്തിച്ചിട്ടില്ല. ഒരു 3000 രൂപ നടക്കും. 3000 രൂപ അത് ചേച്ചിയുടെ പിന്നെ ട്രീറ്റ്മെന്റിന്റെ ചെലവ്, വീട്ടിന്റെ ചെലവ്, ഇതെല്ലാം ബാധ്യത തന്നെയാണ്. അതെ അതെ അതെ. കാരണം അവര് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവര് എങ്ങനെയെങ്കിലും ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ ഒരു ആരെങ്കിലും സഹായിക്കുമായിരിക്കും. എല്ലാവരും ഒരേ മനസ്സുള്ള ആൾക്കാരുടെ സഹായ മനസ്കർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. ആരെങ്കിലും ഈ വീഡിയോ എത്തിപ്പെട്ടാൽ മതി സഹായിക്കുന്നവരെടുത്ത്. കേരളക്കാരിൽ നല്ല മനസ്സുള്ള വ്യക്തികളാണ് കേരളത്തിലുള്ള മൊത്തത്തിൽ തന്നെ. ഏത് ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചാരിറ്റികൾ ചെയ്യാൻ വേണ്ടി അത്രയും നല്ല വ്യക്തികളാണുള്ളത്. എന്റെ അല്ല എന്നാലും പിന്നെ പറഞ്ഞു, ഞാൻ എന്താ വിചാരിച്ചു, രണ്ടു കാലം ബലമില്ല അല്ലെ, ഒന്ന് നല്ല എടുത്തു വെക്കാം അല്ലെ. ഇത് നല്ല എടുത്തു വെക്കാം. ഇത് പിന്നെ സുഖാരേട്ടാ, നമ്മള് വന്ന സമയത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടൈം നല്ലതാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ആർക്കെങ്കിലും സഹായം വന്ന് ചേരട്ടെ, അതിനുള്ള ഒരു ലക്ഷണം കാണുന്നുണ്ട്. പിന്നെ സുഖാരേട്ടാ, നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് സഹായത്തിനെല്ലാം പറഞ്ഞു. സാധാരണ ചിലപ്പോ നമുക്കെല്ലാം തോന്നാറുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, അവർക്ക് എന്റെ മക്കളുണ്ടാവില്ല എന്നൊരു തോന്നൽ ഉണ്ടാവാം. അതുപോലെ നിങ്ങൾക്ക് കുട്ടികൾ അങ്ങനെ ഉണ്ട്? ഇല്ല, കുട്ടികളില്ല. കുട്ടികൾ ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളെ അപ്പൊ ആ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇദ്ദേഹത്തിന് ഇവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല, അപ്പൊ ഹെൽപ്പിന് ആരും ഇല്ലാന്ന് മനസ്സിലായില്ല. എന്തായാലും കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. കുറച്ച് ആൾക്കാരെ കാണുന്ന നാട്ടിലും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കല്ലോ. അപ്പോ നല്ലൊരു സഹായം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. അപ്പൊ വളരെ സന്തോഷം നിങ്ങൾ രണ്ടാളും വന്നതിൽ. അപ്പൊ നമുക്ക് വീണ്ടും കാണാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുവാണ്.